ഹായ് എവരിവൺ. നമ്മൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എടുത്തൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഏകദേശം ഒരു 8-9 ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ മറക്കാതെ കാണുക. കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ എടുത്തു പോയത്. അപ്പം എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഒരു പല ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്ററൊക്കെ നിങ്ങൾ ഒന്നുകൂടെ എടുത്ത് വായിച്ചു നോക്കുക കേട്ടോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം നമ്മൾ 10ാമത്തെ ചാപ്റ്റർ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം നമ്മൾ ഒരു അഡൽട്ട് ലിറ്ററേച്ചറും അതുപോലെ തന്നെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ അങ്ങനെ പല സെക്ഷൻസ് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സെക്ഷൻ ഓഫ് റൈറ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് സയൻസ് ഫിക്ഷൻ അല്ലെ. സയൻസ് ഫിക്ഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് കുറച്ച് എന്താണ് ഇമാജിനേഷൻ ഒക്കെ കൂടുതലുള്ള കുറച്ച് സ്റ്റോറീസ് അല്ലെ. സയൻസിന്റെ നിയമങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് കഥകളെയൊക്കെയാണ് നമ്മൾ ഈ സയൻസ് ഫിക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്താറുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് സയൻസ് ഫിക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്ററി, അത് എങ്ങനെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ളത്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇതിനകത്തോട്ട് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് നമ്മൾ ചില ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. സയൻസിന്റെ നിയമങ്ങൾ, നമ്മുടെ കുറച്ച് സയൻസും ഫിസിക്സും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നിയമങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വച്ചിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ചില തിയറീസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പുസ്തകങ്ങളിൽ കുട്ടികൾക്കുള്ള ചെറിയ എക്സ്പെരിമെന്റ് പോലത്തെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതാണ് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് അല്ലെ. അപ്പോൾ ഇതിനകത്ത് ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ വന്നിട്ട് നമ്മളോട് പറയുന്നത് ഏതൊക്കെ റൈറ്റിംഗ്സ് ആണ് അതിൽ വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്ററി എവിടുന്ന് തൊട്ട് നമുക്ക് ട്രേസ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? സ്കോളേഴ്സ് ഹാവ് ഡിഫറെന്റ് വ്യൂസ് ഓൺ സയൻസ് ഫിക്ഷൻ അല്ലെ. അപ്പോൾ ഈ സയൻസ് ഫിക്ഷന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ എഴുത്തുകാരുടെ അടുത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. In his introduction to Red Planet's Marxism and Science Fiction, Mark Bold describes George Orwell's 1984, Thomas Pynchon's Gravity Rainbow, and Margaret Atwood's The Handmaid's Tale as not really science fiction, but as transcending the genre itself. അപ്പോൾ ഇതിനകത്ത് ആദ്യകാലങ്ങളിൽ ഈ ഒരു സയൻസ് ഫിക്ഷനിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റൈറ്റിംഗ്സ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളോട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ. ഇനി അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ടും നമ്മൾ ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു വർക്ക്സിൽ സാധാരണയായിട്ട് വരുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ്? സയൻസ് ഫിക്ഷൻ എനേബിൾസ് ഫാന്റാസ്റ്റിക്കൽ ഇലാബറേഷൻ ഓഫ് സയൻസ് ഓർ ഫിക്ഷണൽ നറേറ്റീവ്സ്. അപ്പോൾ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ കൂടുതലായിട്ടും നമുക്ക് വളരെ അതിശയം തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് വളരെ ഇഷ്ടത്തോടു കൂടി നമ്മൾ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നമ്മൾ വളരെ ത്രില്ലടിച്ചിരിക്കുന്ന അങ്ങനെ കുറേ അധികം എക്സ്പെരിമെന്റോ അല്ലെങ്കിൽ കുറച്ച് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിലുണ്ടാവും, നമ്മുടെ ഈ ഒരു സയൻസ് ഫിക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടാവും അല്ലെ. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഈ സയൻസ് ഫിക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്താ പറയുക? വാട്ട് റസാൻ ലക്കേഴ്സ് റൈറ്റ്സ് അബൌട്ട് സയൻസ് ഫിക്ഷൻ, വി ക്യാൻ സേ ദാറ്റ് സയൻസ് ഫിക്ഷൻ ഡിമാൻഡ്സ് എ ഡിഫറെന്റ് റീഡിംഗ് ദാൻ സേ ദ ടൈപ്പ് ഓഫ് റീഡിംഗ് റിക്വയർഡ് ബൈ റിയലിസ്റ്റിക് ലിറ്ററേച്ചർ. അപ്പൊ നമ്മുടെ ഈ ഒരു നമ്മൾ സയൻസ് ഫിക്ഷൻ വായിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും സയൻസ് നമ്മുടെ സയൻസിലെ തിയറീസും അങ്ങനെയൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മളതൊക്കെ വായിക്കുക. അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളാണ്. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ സർപ്രൈസ്ഡ് ആവും അല്ലെ. ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇത് എന്തൊക്കെയാണ് എന്നൊക്കെ രീതിയിൽ നമുക്കും ഭയങ്കരമായിട്ടുള്ള അതിശയോക്തി നമുക്ക് തോന്നുന്നതാണ്. സയൻസ് ഫിക്ഷൻ ഫോർ ദം ഈസ് എ ലിറ്ററേച്ചർ ദ മോസ്റ്റ് റീഡേഴ്സ്
claim to understand by the covers of the text itself, by its glossy designs of aliens, spaceship and robots. അപ്പോൾ ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും സയൻസിലെ എന്താണ് സ്പേസ് ഷിപ്പിന്റെ ഫോട്ടോകള്, അതുപോലെ തന്നെ റോബോട്ട്സിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏലിയൻസിന്റെ ഡിസൈൻസ്, അങ്ങനെയുള്ള കവർ പേജുകളൊക്കെയുള്ള ബുക്കുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് സയൻസ് ഫിക്ഷനിൽ വരുന്നത് അല്ലെ. ഫോർ ബ്രെയിൻ ആൽഡിയാസ്, സയൻസ് ഫിക്ഷൻ ഈസ് എ സെർച്ച് ഫോർ ദ ഡെഫിനിഷൻ ഓഫ് മാൻ ആൻഡ് ഹിസ് സ്റ്റാറ്റസ് ഇൻ ദ യൂണിവേഴ്സ് വിച്ച് ഈസ് സ്റ്റിൽ സ്റ്റാൻഡ് അവർ അഡ്വാൻസ് ബട്ട് കൺഫ്യൂസിംഗ് നോളജ്. അതുപോലെ തന്നെ ഈ ഒരു സയൻസ് ഫിക്ഷനിൽ അവരൊരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്, അവര് മനുഷ്യന്റെ ഒരു എന്താണ് നമ്മുടെ യൂണിവേഴ്സിൽ എവിടെയാണ് മനുഷ്യന്റെ പ്ലേസ്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന നമ്മുടെ അസ്തിത്വം എന്താണ്, നമ്മുടെ നിലനിൽപ്പ് എങ്ങനെയാണ്, അതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് തിയറീസ് ഒക്കെ നമ്മുടെ ഈ ഒരു സയൻസ് ഫിക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് കേട്ടോ, ഉർസുല കെ ലെ ഗിൻ. സയൻസ് ഫിക്ഷൻ ഈസ് എ മോഡേൺ മിത്ത്. അപ്പോൾ ഉർസുല എന്ന് പറയുന്ന ഒരു റൈറ്ററിന്റെ അഭിപ്രായത്തിൽ സയൻസ് ഫിക്ഷൻ എന്താണ്, അതൊരു മിത്താണ് അല്ലെ, അതൊരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു കെട്ടുകഥയാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. വൈ ഫെഡറിക് ജെയിംസൺ ടേംസ് ഇറ്റ് ആസ് എ റെപ്രസെന്റേഷൻ ഓഫ് ദ ഫ്യൂച്ചർ. പക്ഷെ ഫെഡറിക്കിന്റെ അഭിപ്രായത്തിൽ ഇത് ഫ്യൂച്ചറിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലെ, വരുന്ന കാലങ്ങളിൽ നമ്മുടെ സൊസൈറ്റി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ എവിടെ എത്തിച്ചേരാം, അങ്ങനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ഈ ഒരു സയൻസിനെയും ശാസ്ത്രത്തിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലും നമ്മുടെ ഈ ഒരു ഫിക്ഷനെ അവർ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് സയൻസ് ഫിക്ഷനെ കുറിച്ച് ഒരു ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് നോക്കുക. സയൻസ് ആൻഡ് ഫിക്ഷൻ ഇനീഷ്യലി, സയൻസ് ഫിക്ഷൻ വാസ് കൺസിഡേർഡ് ആസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഫാന്റാസ്റ്റിക് ലിറ്ററേച്ചർ. അപ്പോൾ സയൻസ് ഫിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭയങ്കര അതിശയമായിട്ടുള്ള ഒരു ലിറ്ററേച്ചർ, ഒരു കാറ്റഗറി ആണെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. He says the fantastic is an integral part of reality. അപ്പോൾ അത് വളരെ ഇമാജിനേഷനും ഒക്കെ കൂടിക്കലർന്നതായിരിക്കാം, പക്ഷെ അത് എന്ത് തന്നെയാണ്, ദാറ്റ് ഈസ് റിയാലിറ്റി. അതിൽ എന്താണ് റിയാലിറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് റിയൽ ആയിട്ട് ഉള്ളതാണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചും കൂടി ഇലാബറേറ്റീവ് ആയിട്ട് കുറച്ചും കൂടി അതിശയോക്തി കലർന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ബട്ട് ദെൻ ദിസ് റിയാലിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ലോസ് അൺനോൺ ടു us. പക്ഷെ ഈ ഒരു റിയാലിറ്റി അല്ലെ, അത് നമുക്ക് അറിയില്ലാത്ത കുറച്ച് സയൻസിന്റെ വശങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അതൊക്കെയാണ് എന്ത് ഈ കഥകളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ടും ഈ കഥകളൊക്കെ വന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. The fantastic is that hesitation experienced by a person who knows only the laws of nature confronting an apparently supernatural event. അപ്പോൾ ഈ ഒരു എന്താണ്, നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ഈ സയൻസ് ഫിക്ഷനിൽ നമുക്ക് എന്തായിരിക്കും, ഒരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ തോന്നും. പക്ഷെ അതൊക്കെ എന്താണ്, ഹു നോസ് ഓൺലി ദി ലോസ് ഓഫ് നേച്ചർ, നമുക്ക് പ്രകൃതിയുടെ നിയമങ്ങൾ മാത്രമേ അറിയുള്ളൂ അല്ലെ, അതറിയാത്ത ഒരുപാട് സയൻസിന്റെ കണ്ടുപിടുത്തങ്ങളും അതിന്റെ പിന്നിലുള്ള ശാസ്ത്രവും ഒക്കെയാണ്. അപ്പൊ അതിനെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, അതിനെയൊക്കെ കുറച്ചും കൂടെ നമുക്ക് അറിയുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം ബുക്കുകളെയാണ് നമ്മൾ എന്ത് ഉൾപ്പെടുത്തുക, ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്തതായിട്ട് ഈ സയൻസ് ഫിക്ഷന്റെ ഹിസ്റ്ററി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് കേട്ടോ. അപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് ഫിക്ഷന്റെ ഒരു വർക്കുകൾ, ആ വർക്കുകൾ വന്ന ഒരു വഴി ഏതൊക്കെ കാലത്തു നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിന്നാണ് ആ വർക്കുകൾ വന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മളൊന്ന് നോക്കുകയാണ് കേട്ടോ. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സയൻസ് ഫിക്ഷൻ എന്തൊക്കെയാണ്? ആദം റോബോട്ട്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സയൻസ് ഫിക്ഷൻ ട്രേസസ് ദ ഒറിജിൻ ഓഫ് സയൻസ് ഇൻ ദ ആൻഷ്യൻ ഗ്രീക്ക് നോവൽ ട്രാവൽ എക്സ്ട്രോർഡിനറീസ്. അപ്പോൾ ഈ ഒരു സയൻസ് ഫിക്ഷന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീക്ക് നോവലിന്റെ ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങുന്നു എന്നാണ് പറയപ്പെടുന്നത്. In the 19th century, which saw the indomitable rise of science and technology as influencing social, political, and imperial regimes and undermined social and religious certainties. അതുപോലെ തന്നെ ഒരു 19ാം നൂറ്റാണ്ടില് അതിന്റെ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കൂടുതലായിട്ടുള്ള ഇൻഫ്ലുവൻസും ഒരു കടന്നുവരവും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടും നമ്മുടെ ഈ സയൻസ് ഫിക്ഷൻ വർക്കുകളിൽ വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കിക്കേ, സയൻസ് ഫിക്ഷൻ അക്കോർഡിംഗ് ടു സുവിൻസ് കാറ്റഗറൈസേഷൻ, ബട്ട് they built up on the tropes and themes of science and technology as the impact of day to day life. അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ അല്ലെ, നമ്മുടെ മനുഷ്യന്
ഒരു ദിവസം തൊട്ട് നമ്മൾ രാവിലെ എണീക്കുന്ന തൊട്ട് അവസാനം വരെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ആശ്രയിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു സമയത്തും ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഏതൊക്കെ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ ഈ ഒരു സയൻസ് ഫിക്ഷനുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. In the backdrop of rapid scientific developments, which led America to its superpower status, Hugo Germanbach's science fiction magazine, Amazing Stories, and Greenberg's science fiction magazine were published. After these early works, science fiction practitioners like Isaac Asimov, Robert Heinlein, and others shape and fashion the second genre. അപ്പോൾ ഈ ഒരു സയന്റിഫിക് കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഈ സയൻസ് ഫിക്ഷന്റെ ഒരു ഹിസ്റ്ററി ആരുടെ വർക്കോട് കൂടിയാണ്? ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് റാപ്പിഡ് സയന്റിഫിക് ഡെവലപ്മെന്റ്സ് വിച്ച് ലെഡ് അമേരിക്ക ടു സൂപ്പർ പവർ. അപ്പോൾ അമേരിക്കനെയൊക്കെ ഏറ്റവും നല്ല ലോകത്തെ ഏറ്റവും നല്ല സൂപ്പർ പവർ ആക്കി വെച്ചിരിക്കുന്നത് അവരുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ നേട്ടങ്ങളും ഒക്കെ തന്നെയാണ് അല്ലെ. അവർ കൂടുതലായിട്ടും സയൻസും ശാസ്ത്രവും ഒക്കെ കൂടുതലായിട്ടും അവർ എക്സ്പെരിമെന്റ് നടത്തി കണ്ടുപിടിക്കുന്നതൊക്കെ കൊണ്ട് തന്നെയാണ് അവരെ സൂപ്പർ പവർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ. ഹ്യൂഗോ ഗെർമൻബാക്ക് സയൻസ് അമേസിംഗ് സ്റ്റോറീസ് ആൻഡ് ഗ്രീൻബാക്ക് സയൻസ് ഫിക്ഷൻ മാഗസിൻസ് വെയർ പബ്ലിഷ്ഡ്. അപ്പോൾ അവരുടെ ആ ഒരു കണ്ടുപിടുത്തങ്ങളും ഇതൊക്കെ വന്നപ്പോഴത്തേക്കും അവരുടെ ഈ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരുപാട് വർക്ക്സ് ഒക്കെ പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ വർക്കുകളും ഒക്കെ എന്തിൽ പെടുന്നു? ഇതും ആ ഒരു കാറ്റഗറി ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. The 1960s saw the re-emergence of British SF with Michael Murrows as the editor of New Worlds. This was followed by a fresh wave of experimentation in American science fiction that questioned the boundaries of sexuality and desire. Ursula K. Le Guin confronted gender hierarchies in the left-hand darkness and questioned the problematic status of utopia in the dispost. Adam Roberts published 3 types of science fiction: space travel science fiction, time travel science fiction, and technology oriented science fiction. അപ്പോൾ ഈ വർക്കുകളിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള സയൻസ് ഫിക്ഷനുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിനെയും അവർ ഓരോ കാറ്റഗറി ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയായിരുന്നു? ഒന്നാമതായിട്ട് സ്പേസ് ട്രാവൽ അല്ലെ, സ്പേസ് ട്രാവൽ സയൻസ് ഫിക്ഷൻ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വാക്കുകൾ. പിന്നെ എന്താണ്? ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ അല്ലെ, അതിനെ കുറിച്ചുള്ള കൂടുതൽ ഇലാബറേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉൾപ്പെടും. അടുത്ത എന്താണ്? ടെക്നോളജി ഓറിയന്റഡ് സയൻസ് ഫിക്ഷൻ, അതുപോലെ തന്നെ കൂടുതലായിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങളും സയൻസ് ആൻഡ് ടെക്നോളജിയെ ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഉള്ള വർക്കുകൾ. അപ്പൊ ഈ വർക്കുകളെയൊക്കെ പല പല കാറ്റഗറി ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. ദി സൈബർ പങ്ക് നോവൽസ് ഇനാഗ്രേറ്റഡ് ബൈ വില്യം ഗിബ്സൺ ഇൻ ന്യൂറോമാൻസർ പോർട്രേറ്റ് ദ ഡിജിറ്റലൈസ്ഡ് വേൾഡ്. അതുപോലെ തന്നെ ഈ സൈബർ പങ്ക് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ സൈബർ പങ്ക് എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നു അല്ലെ. അതിനെ എന്താ നമ്മൾ പറയാ? സയൻസ് ഫിക്ഷൻ ഡീലിംഗ് വിത്ത് ഫ്യൂച്ചർ അർബൻ സൊസൈറ്റീസ് ഡോമിനേറ്റഡ് ബൈ കമ്പ്യൂട്ടർ. അപ്പൊ കമ്പ്യൂട്ടർ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. അപ്പൊ അതെന്താ, എങ്ങനെയായിരിക്കും? നമ്മൾ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കമ്പ്യൂട്ടറിന്റെ നേതൃത്വത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി കൂടുതൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സൈബർ പങ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതുമൊക്കെ എന്ത് തന്നെയാണ്? ഈ സയൻസ് ഫിക്ഷന്റെ പല പല കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഓക്കെ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് സയൻസ് ഫിക്ഷൻ തന്നെ പല കാറ്റഗറി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് എ ടൈപ്പോളജി ഓഫ് സയൻസ് ഫിക്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അതെന്തൊക്കെയാണ്? 3 സിഗ്നിഫിക്കന്റ് ടൈപ്പ് ഓഫ് സയൻസ് ഫിക്ഷൻസ്: ഹാർഡ്, ന്യൂ വേവ്, സൈബർ പങ്ക് ആൻഡ് ഉട്ടോപ്യൻ, ഡിസ്റ്റോപ്യൻ ആൻഡ് ഡിസ്കസ്ഡ് ബിലോ. അപ്പൊ നമ്മൾ സയൻസ് ഫിക്ഷനിൽ തന്നെ ഹാർഡ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ സൈബർ പങ്ക് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ എന്താണെന്ന്, കമ്പ്യൂട്ടറിന്റെ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയെ കുറിച്ച്. പിന്നെ നമ്മുടെ പുതിയ ജനറേഷൻ അല്ലെ, ന്യൂ വേവ്, അതിൽ എന്തൊക്കെയാണ് സയൻസ് ഫിക്ഷന്റെ ബുക്സിൽ വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ 3 കാറ്റഗറി ഉള്ളു നോക്കുക.
എന്താണ് ഒന്നാമതായിട്ട് ഹാർഡ് സയൻസ് ഫിക്ഷൻ. അതിന്റെ കാറ്റഗറിയിൽ വരുന്ന ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഏതൊക്കെയാണ്? ഹാർഡ് സയൻസ് ഫിക്ഷൻ ഹാസ് heightened connection to science and educate the readers on the significance of science to everyday life. അപ്പോൾ നമ്മുടെ സയൻസിനെ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഹാർഡ് സയൻസ് ഫിക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് കവേഴ്സ് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് തീംസ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ബുക്കുകൾ പലതരത്തിലുള്ള തീംസ് അവർ കവർ ചെയ്തിട്ടുണ്ട്. Hard science fiction is clinical and clumsy and concerned majorly with the scientific knowledge to travel to other space rather than to reflect on the immediate social reality. The rise of science fiction has a heaven for marketing and publishing gimmicks started largely during 1926 and 1960. During this period, American science fiction became the most popular and entertaining in the global science fiction publishing industry and exerted considerable influence on SF forms. അപ്പോൾ ഈ ഒരു ഹാർഡ് സയൻസ് ഫിക്ഷനിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വർക്കുകളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ന്യൂ വേവ് അല്ലെ, നമ്മുടെ പുതിയ ജനറേഷനിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള സയൻസ് ഫിക്ഷൻ വർക്കുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നോക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ന്യൂ വേവ് സയൻസ് ഫിക്ഷൻ ഡീൽസ് വിത്ത് ദ ഇഷ്യൂസ് വിച്ച് ആർ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇൻ മോഡേൺ സൊസൈറ്റി. അപ്പോൾ നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, അതിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വർക്കുകൾ പബ്ലിഷ് ആകും. അതിനെയാണ് നമ്മൾ ഈ ഒരു ന്യൂ വേവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇറ്റ് brought in the wave of experimentation and innovation for a literary product restrained by pseudo scientific thought experiments. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് കൂടുതലായിട്ടും പുതിയ എക്സ്പെരിമെന്റേഷൻ അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെയുള്ള സയൻസ് ഫിക്ഷൻ വർക്കുകളാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. The writers and critics associated with this type of question the format and ideology of traditional science fiction, Poltinus pulp fiction and sought to make beyond the space exploration stories of golden age fictions to the creation of new status of mind. സോറി കേട്ടോ, പനിയായിരുന്നു, അത് ഭയങ്കരമായിട്ട് ചുമമായിരുന്നു, അതുകൊണ്ടാണേ. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ഒരു എന്താണ് പുതിയ കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ പുത്തനുണർവുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്കുകളാണ് നമ്മുടെ ഈ ഒരു ന്യൂ വേവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത എന്താണ്? ഉട്ടോപ്പിയ എന്ന് പറയും. അല്ലെ, ഉട്ടോപ്പിയ എന്താണ്? ഉട്ടോപ്പിയൻ സയൻസ് ഫിക്ഷൻ comes under the utopian literature, which defined as a verbal construction of a particular quasi-communal human community where socio-political institutions, norms and individual relationships are organized according to more perfect principles than in the author's community. അതായത് ഉട്ടോപ്യ എന്ന് പറയുന്ന നഗരത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ എല്ലാം ഭയങ്കര ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സമാധാനമായിട്ട് ഭയങ്കര ഹാപ്പിനെസ്സിൽ വേറെ എന്താണ് വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരേപോലത്തെ സുഖവും സൗഭാഗ്യവും ഒക്കെ കിട്ടിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ ഉട്ടോപ്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഉട്ടോപ്യയില് ആ ഒരു എന്താണ് ഉട്ടോപ്യൻ സയൻസ് ഫിക്ഷൻ കംസ് അണ്ടർ ദ ഉട്ടോപ്യൻ ലിറ്ററേച്ചർ which is defined as a verbal construction of a particular quasi-human community where socio-political institutions, norms and individual relationships are organized according to more perfect principle than in the author's community. അപ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡീലിങ്സ്, പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ഉട്ടോപ്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ലിറ്ററേച്ചറിലും ഈ ഒരു സയൻസ് ഫിക്ഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ സൈബർ പങ്ക് എന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. സൈബർ പങ്ക് എന്താണ് ഞാൻ പറഞ്ഞു നേരത്തെ. സയൻസ് ഫിക്ഷൻ ഡീലിംഗ് വിത്ത് ഫ്യൂച്ചർ അർബൻ സൊസൈറ്റീസ് അല്ലെ, നമ്മുടെ
ഫിക്ഷനെയാണ് സയൻസ് ഫിക്ഷനെയാണ് അല്ലെ. എങ്ങനെയാണ് സയൻസ് ഫിക്ഷൻ വരുന്നത്? നമ്മുടെ ഒരു കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മുടെ കുറച്ചു കാലങ്ങളിൽ ഫുള്ളായിട്ട് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ഡോമിനേറ്റഡ് ഒരു സൊസൈറ്റി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അല്ല, അങ്ങനെ ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെയായിരിക്കും കൂടുതലായിട്ട് കമ്പ്യൂട്ടർ വഴി നമ്മൾ കൂടുതലായിട്ട് ചെയ്യും, അതായത് റോബോട്ടിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വരും. അപ്പൊ നമ്മള് മനുഷ്യർ ചെയ്യുന്ന പല കാര്യങ്ങളും അവരായിരിക്കും ഏറ്റെടുത്ത് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റിയെ കുറിച്ചാണ് ഈ സൈബർ പങ്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു മാർക്കിനകത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, കൂടുതലൊന്നുമില്ല. നമ്മുടെ സയൻസ് ഫിക്ഷൻ എന്താണെന്നൊന്ന് പഠിക്കാം. പിന്നെ അതിനകത്ത് ഏതൊക്കെ കാറ്റഗറിയിൽ വർക്കുകൾ ഉണ്ട്, അതായത് നമ്മുടെ സയൻസ് ഫിക്ഷന്റെ 3 ജോണറുകൾ ഏതൊക്കെയാണെന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു ഹിസ്റ്ററി, ആദ്യകാലത്ത് പബ്ലിഷ് ചെയ്ത 2-3 വർക്കുകളുടെ പേരൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ അതിനകത്ത് 3 കാറ്റഗറി ഓഫ് വർക്കുകൾ പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഹാർഡ് സയൻസ് ഫിക്ഷൻ, രണ്ടാമതായിട്ട് ന്യൂ വേവ്, മൂന്നാമതായിട്ട് ഉട്ടോപ്യ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട്. പിന്നെ സൈബർ പങ്ക്, അതിനകത്ത് ഓരോ കാറ്റഗറിയിലും ഉള്ള വർക്ക്സിന്റെ പ്രത്യേകത എന്താണെന്ന് കൂടെ പഠിച്ചിരിക്കാം. ഓക്കെ, പിന്നെ അതിനകത്തുനിന്ന് നമുക്ക് സാധാരണ പോലെ തന്നെ വൺവേഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ആ ഒരു ചാപ്റ്റർ. അതിനകത്ത് കൂടുതലായിട്ടൊന്നും ഇല്ല. നമ്മള് അഡൽട്ട് ലിറ്ററേച്ചറും ചിൽഡ്രൻസ് ലിറ്ററേച്ചറും ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഹിസ്റ്ററിയിൽ കുറച്ച് ബുക്സ് നോക്കി ഓതേഴ്സിന്റെ പേര്, അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നോക്കാനുള്ളൂ. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചാപ്റ്റർ 12 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ചാപ്റ്റർ 12 എന്താണ്? ഉർസുല കെ ലെ ഗുയിൻ, ദ വൺസ് ഹു വാക്ക് അവേ ഫ്രം ഒമേലാസ്. അതായത് ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അവിടെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഷോർട്ട് സ്റ്റോറി ആയതുകൊണ്ട് നമ്മൾ അതിന്റെ സമ്മറി മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് സ്റ്റോറി എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വരുമ്പോൾ അതിന്റെ നമ്മൾ എലാബറേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ സമ്മറി എന്താണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കുന്നുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്താണ് ഈ വർക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അതിന്റെ സമ്മറി പറയാം കേട്ടോ. The one who walk away from Omelas is a post-modernist parable as well as a fable. ഇതൊരു കെട്ടുകഥയാണ്, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ ഇതിനകത്ത് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമല്ല, ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തോന്നും, ചിലപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ തോന്നും. അപ്പൊ ഒരു കെട്ടുകഥ പോലെ വന്നിട്ടുള്ള ഒരു ചെറിയൊരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഈ ഒരു വൺ ഹു വോക്ക് അവേ ഫ്രം ഒമേലാസ് എന്ന് പറയുന്നത് കേട്ടോ. ഒമേലാസ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗ്രാമം, ഒരു നഗരത്തിന്റെ പേരാണ് ഒമേലാസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ആരൊക്കെയാണ് പോകുന്നത്, ആരൊക്കെയാണ് എങ്ങോട്ട് പോകാൻ നിൽക്കുന്നത്, അങ്ങനെ ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയുള്ള ഒരു തലക്കെട്ടാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഡയഗ്നോസസ് ദ മെക്കാനിസംസ് ദാറ്റ് ഫോംസ് ദ കൾച്ചറൽ ഫൗണ്ടേഷൻസ് ഓഫ് അവർ സൊസൈറ്റി ആൻഡ് ക്വസ്റ്റ്യൻസ് ദ എത്തിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ പോസിബിലിറ്റി ഓഫ് ദ ഉട്ടോപ്യൻ ഡ്രീം ത്രൂ കോംപ്ലക്സ് നെറേറ്റീവ് സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഉട്ടോപ്യൻ നഗരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയായിരുന്നു ഉട്ടോപ്യൻ നഗരം? വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഉട്ടോപ്യ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. എല്ലാ മനുഷ്യരും ഒരുപോലെ, ആർക്കും പ്രത്യേകിച്ച് കൂടുതൽ സ്വത്തും കാര്യങ്ങളൊന്നുമില്ല, വളരെ നല്ലൊരു ഡെമോക്രസി അല്ലെ, നല്ലൊരു ഭരണാധിപനുള്ളത്, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഫ്രീഡം, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വെൽത്ത്, അങ്ങനെ നല്ലൊരു എന്താണ് ഒരു മോഡലായിട്ടുള്ള, ഒരു മോഡലാക്കാൻ പറ്റുള്ള ഒരു സൊസൈറ്റിനെയാണ് നമ്മൾ ഉട്ടോപ്യൻ സൊസൈറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയും എങ്ങനെയാണ്, ഇവിടെ ഉള്ള ആളുകളും അങ്ങനെ ഒരു ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അവര്
ആ നയിക്കുന്ന ജീവിതത്തിന് പിന്നിൽ ഒരു കെട്ടുകഥയുണ്ട്. അപ്പൊ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർക്കത് വെറുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്, ഒരു ചെറിയൊരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്റ്റോറി പറയുന്നത് കേട്ടോ. അതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റോറി ഓഫ് ഒമേളാസ് ഇസ് റെലവന്റ് ഇൻ ദ വേൾഡ് ഓഫ് ഗ്രീഡ് ആൻഡ് വയലൻസ്. അപ്പൊ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ അത്യാഗ്രഹവും അതുപോലെ തന്നെ അക്രമവും ഒക്കെ വയലൻസ് ഒക്കെ ഉള്ള ഈ ഒരു ലോകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. The organization and narrative techniques shows the limit and the inherent contradiction on utopian possibility. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ചും നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ സോറി നമ്മുടെ ഈ കഥാകാരൻ നമ്മളോട് ഒരുപാട് കാര്യങ്ങളും തുറന്നു പറയുന്നില്ല. അതായത് ഈ നഗരത്തെ പറ്റി ഒന്നും നമ്മൾ ഒത്തിരി പറയുന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ അവരുടെ ആ കാര്യങ്ങളെ നമ്മൾ റീഡേഴ്സ് സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മളോട് ഈ കഥാകാരൻ സംസാരിക്കുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ they will study Ursula K. Jean as a writer of science fiction and analyze here the one who walk away from Omelas. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നതും നമ്മുടെ ഈ ഒരു സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉർസുലയുടെ ഒരു ലൈഫ് ആൻഡ് വർക്കാണ് ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എബൌട്ട് ദ ഓതർ എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ 2-3 വർക്കുകളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് പറയുകയാണ്. ഉർസുലാസ് ഫസ്റ്റ് 3 നോവൽസ്, അവരുടെ ആദ്യത്തെ 3 നോവലുകളാണ് റോക്കൻസ് വേൾഡ്, പ്ലാനറ്റ് ഓഫ് എക്സൈൽ ആൻഡ് ദ സിറ്റി ഓഫ് ഇല്യൂഷൻസ് കേട്ടോ. ഈ 3 നോവലുകളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓതറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവരുടെ 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക്സ് നമ്മൾ നോട്ട് ചെയ്യണം അല്ലെ, അതിൻ്റെ കൂടെ എഴുതാനുണ്ട്. അപ്പോൾ പ്ലാനറ്റ് ഓഫ് എക്സൈൽ, സിറ്റി ഓഫ് ഇല്യൂഷൻസ്, റോക്കൻസ് വേൾഡ്, ഈ 3 വർക്കുകൾ 1966 67 കാലഘട്ടങ്ങളിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവര് USA ഉള്ളൊരു റൈറ്ററാണ് കേട്ടോ, US ബേസ്ഡ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. പിന്നെ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, Ursula is one of the most popular American novelists and renowned science fiction and fantasy writers of the 20th century. അതും കൂടെ നിങ്ങൾ ആ റൈറ്ററിന്റെ പേരിന്റെ കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ആരാണ് അവര്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ നോവലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ വളരെ വേൾഡ് റിനൗൺഡ് ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ വർക്കറാണ്. അതുപോലെ തന്നെ 20th സെഞ്ചുറിയിൽ ഉൾപ്പെടുന്ന ഒരു കഥാകൃത്ത് കൂടിയാണ് കേട്ടോ. അതുകൂടെ ഒന്ന് നോക്കാം. ഷീ ഈസ് കോൾഡ് ആൻ ഇമാജിനേറ്റീവ് ക്രിയേറ്റർ ആൻഡ് മേജർ സ്റ്റൈലിസ്റ്റ്. അതുകൊണ്ട് തന്നെ അവരെ വിളിക്കുന്നത് എന്താണ്? ഷീ ഈസ് കോൾഡ് ആസ് ഇമാജിനേറ്റീവ് ക്രിയേറ്റർ ആൻഡ് മേജർ സ്റ്റൈലിസ്റ്റ് എന്നുകൂടിയാണ് ഇവരെ അറിയപ്പെടുന്നത്. ഹു റൈറ്റ്സ് ഫാന്റസി ഇൻ ടു ഹൈ ലിറ്ററേച്ചർ ഫോർ അവർ ടൈം. അപ്പോൾ ഇവരുടെ ഈ വർക്കുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉയർന്ന ഒരു ഫാന്റസി അല്ലെങ്കിൽ വളരെ ഉയർന്ന ഒരു ഹൈ ആയിട്ടുള്ള കുറച്ച് ക്രിയേറ്റിവിറ്റി നമുക്ക് കൂടുതലാണ്. അതാണ് ഇവരുടെ വർക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ സയൻസ് ഫിക്ഷൻ ഒക്കെ കൂടുതലായിട്ടും അങ്ങനെ ഒരു ഫീച്ചർ തന്നെയാണ് വേണ്ടത് അല്ലെ, ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതും ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നു. ഇനി നമ്മള് ഈ ഒരു വർക്കിന്റെ സമ്മറി നമുക്കൊന്ന് നോക്കാം കേട്ടോ. എന്താണ് ഈ കഥ എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ അതിന്റെ വേറെ കൂടുതൽ ഹിസ്റ്ററിയിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. അപ്പൊ നമ്മള് ആ ഒരു വർക്കിന്റെ സമ്മറി എന്താണെന്ന് പറഞ്ഞുതരാം. The narrator describes the seemingly utopian city of Omelas and the one injustice upon which this utopia depends. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഈ ഒരു റൈറ്റർ നമ്മളോട് പറയുന്നത് ഈ ഒമേള എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ ആ സിറ്റിയിൽ നിലനിൽക്കുന്ന ഒരു അനീതിയെ കുറിച്ചും, അല്ല എന്തോ ഒരു അനീതി, ഒരു നടക്കാൻ പാടില്ലാത്തൊരു കാര്യം ആ ഒരു സിറ്റിയിൽ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. പക്ഷെ അതൊരു എന്താണ്, മിക്കവാറും ഒരു കെട്ടുകഥയായിട്ടൊക്കെ നമുക്ക് തോന്നാം. When the story opens, the people of Omelas, a place of unimaginable happiness, are celebrating the annual summer festival. അപ്പൊ നമ്മുടെ ഈ സ്റ്റോറി ഓപ്പൺ ആയി കഴിയുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ സ്റ്റോറി റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എന്താണ്, അവിടുത്തെ ജനങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. എന്തുകൊണ്ടാണ്? അവരുടെ ഒരു സമ്മർ ഫെസ്റ്റിവൽ, ഒരു അവധിക്കാല ആഘോഷത്തിന് തിരക്കിലാണ്. അപ്പൊ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നു, അവർ കുതിരയോട്ടത്തിനുള്ള റെഡിയാക്കുന്നു. അങ്ങനെ വളരെയധികം ഹാപ്പിനെസ് ഒക്കെ നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത്. Underneath the city,
എ ചൈൽഡ് ഹാസ് ബീൻ ലോക്ക്ഡ് അവേ ആൻഡ് ഫോഴ്സ്ഡ് ടു ലീവ് ഇൻ മിസറി. പക്ഷെ ആ ഒരു നഗരത്തിന്റെ ഒരു പിന്നിലൊരു കെട്ടുകഥ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻജസ്റ്റിസ്, ഒരു അനീതി നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് അനീതി? അതായത് ആ നഗരത്തിന്റെ അടിയിൽ അവിടെ ഒരു കുട്ടിയെ അവർ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്, അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്തിനാണ്? ഫോഴ്സ്ഡ് ടു ലീവ് ഇൻ മിസറി. വളരെ കഷ്ടപ്പാടിലാണ് ആ കുട്ടി ജീവിക്കുന്നത്. അതിനാവശ്യത്തിന് ആഹാരമൊന്നും കിട്ടുന്നില്ല, വളരെ കൊഴുപ്പ് നിറഞ്ഞ ആഹാരങ്ങളും അങ്ങനെയൊക്കെ അതിന് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള ഇതില് അതിനെ ചങ്ങലക്കൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു കുട്ടി വളരെയധികം കഷ്ടപ്പാടിലാണ് അവിടെ കഴിയുന്നത്. അപ്പൊ ആളുകളൊക്കെ ഇതിനെ കാണാൻ ചെല്ലുന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെയാണ് ആ ഒരു നഗരത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒമേളാസ് ഹാപ്പിനെസ് ഈസ് കണ്ടീഷൻ അപ്പോൺ ദ സഫറിംഗ് ഓഫ് ദിസ് വൺ ചൈൽഡ്. അപ്പോൾ ഈ ഒമേള എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിന്റെ ഹാപ്പിനെസ്സും അവിടുത്തെ ആളുകളൊക്കെ ജീവിക്കുന്ന എങ്ങനെയാണ്? ഈ ഒരു കുട്ടിയുടെ സഫറിങ്സ്, ആ കുട്ടി എല്ലാം സഹിച്ച് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ എത്ര സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. Sooner or later, every citizen of Omelas learn of the child existence. Horrified, some people walk away from Omelas never to return. അപ്പോൾ ചില ആളുകളൊക്കെ ഈ കുട്ടിയുടെ ഈ ഒരു ദുരവസ്ഥയൊക്കെ കാണുന്നുണ്ട് അല്ലെ, അവര് കാണുന്നു, പക്ഷെ ആരും അതിനെ സ്വതന്ത്രമാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പൊ ഇതിനെ കണ്ടിട്ട് പോരുന്ന ആളുകൾക്ക് ചിലരെന്ത് വിചാരിക്കും? അതൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്, എന്തോ ഒരു യക്ഷിക്കഥ പോലെയൊക്കെ തോന്നുന്നു, ഒരു പേടിപ്പെടുത്തുന്ന അനുഭവം, അങ്ങനെയൊക്കെ അവർ വിചാരിക്കുക. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? കുറച്ചു പേരൊക്കെ ഈ ഒരു നാട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു, പിന്നീട് ഒരിക്കലും അവർ തിരിച്ചു വരുന്നില്ല. പക്ഷെ മറ്റുള്ള ആളുകളൊക്കെ എന്തൊക്കെയാണ്? അവരുടെ ഒരു നിലനിൽപ്പിന്റെ പിന്നിലുള്ളത് ആ കുട്ടിയുടെ സഹനം. ആ കുട്ടി അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് കുറെ പേര് അവിടെ താമസിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിനകത്തുള്ള ഒരു കഥ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു കെട്ടുകഥയുടെ പുറത്താണ് ആ ഒരു നഗരത്തിലെ സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇത് ഒരു സയൻസിന്റെ ഫിക്ഷനിൽ ഉൾപ്പെടുത്തുന്നത് ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രമുണ്ടോ എന്നൊക്കെ നമുക്കറിയില്ല. അപ്പൊ ഈ ഒരു കഥയിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റോറി ഇവിടെ ഡെവലപ്പ് ആകുന്നത്. അതാണ് അതിന്റെ സമ്മറി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ the narrator implies his failure to conceptualize utopian space. The sexless, nameless narrator invites the readers to take part and co-create goals and pleasures they wish to include in this pastoral Arcadia of Omelas. അപ്പോൾ ഈ ഒരു റീഡേഴ്സിന് ഈ ഒരു സിറ്റിയെ കുറിച്ച് വേറൊരു വിവരങ്ങളും ഇവിടെ കിട്ടുന്നില്ല. അപ്പൊ ഈ നരേറ്റർ അങ്ങനെയുള്ള രീതിയിലാണ് ഈ സിറ്റിയെ കുറിച്ച് നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് വേറൊരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇവിടെ എക്സ്പ്ലനേഷൻ നടത്തിയത്. അതും എന്താണ്? ഒരു ഫാന്റാസ്റ്റിക് എലമെന്റ് അല്ലെങ്കിൽ ഒരു നിഗൂഢമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നതാണ് കേട്ടോ. ടെക്നോളജീസ് ദാറ്റ് ഇംപ്രൂവ് ദ പ്ലഷർ ഓഫ് ലൈഫ് ആർ വെൽക്കം ഇൻ ഒമേല സിറ്റി. സബ്വേസ് ബട്ട് വെപ്പൺസ് ഓഫ് ടെക്നോളജി വെർ നോട്ട് അലൗഡ്. പക്ഷെ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ അവിടെ വെൽക്കം ചെയ്യുന്നുണ്ട്, അവർ ആ നാട്ടിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് ആയുധങ്ങൾ അല്ലെ, നമ്മുടെ ഈ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് മൂലം നമ്മൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ അങ്ങനെയൊന്നും അവരുടെ സിറ്റിയിലേക്ക് അവർ എൻ്റർ ചെയ്യിപ്പിക്കുന്നില്ല. Moving between the shift in narrative voice from music on what and why certain elements, practices and institutions can be included to the use of conditional verbs like could, there is further shift to use the present tense. The narrator describing a young flute player, a child of about 9-10, playing exquisite music. The narrator says the music is a prelude to the horse race. അപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ ഒരു മ്യൂസിക് ഒക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആഘോഷം നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുന്നിലുള്ള ഹോഴ്സ് റേസ് ഒക്കെ നടക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കുട്ടി ഹാപ്പിനെസ്സിന് വേണ്ടി പ്ലേ ചെയ്യുന്നതാണെന്നൊക്കെയാണെന്നാണ് നരേറ്റർ പറയുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒരു മിസ്റ്ററിയാണ്, എല്ലാം നമ്മളോട് തുറന്നു പറയുന്നില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ ആയിരിക്കാം അല്ലെ എന്നൊക്കെ നമ്മളൊന്ന് ഊഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. The incredible part of the story start in the third section of the narrative. അപ്പോൾ ഈ ഒരു സ്റ്റോറിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പാർട്ടുകളുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ഒരു 3ാമത്തെ സെക്ഷനിലാണ് വിവരിക്കുന്നത്. Here the narrator informs the readers that a few inhabitants, after having seen the child misery, don't return to home and instead walk away from Omelas. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഇതിന്റെ ഒരു കീ പോയിന്റ് നമ്മൾ പറഞ്ഞു, ആ കുട്ടിയെ ചുറ്റുമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഈ അവസാന ഭാഗത്ത് നമ്മളോട് നരേറ്റർ പറയുന്നത്
ഈ കുട്ടിയുടെ ഇത്രയും വൃത്തിഹീനമായിട്ട് അവസ്ഥയിൽ കിടക്കുന്നു, അതിനെ പൂട്ടിയിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഈ കുട്ടിയുടെ ഒരു മിസറിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ ആരും തിരിച്ച് ഈ നാട്ടിലേക്ക് വരുന്നില്ല, അവരെല്ലാവരും നാട് വിട്ടു പോവുകയാണെന്ന് പറയും. അതുകൊണ്ടാണ് ഈ ഇതിന്റെ കഥയ്ക്ക് വാക്ക് അവേ ഫ്രം ഒമേളാസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഔട്ട്സൈഡ് ദ ഗേറ്റ് ഓഫ് ദ സിറ്റി ഇൻ ടു ദ ഡാർക്ക്നെസ് ആൻഡ് ദേ ഡു നോട്ട് കം ബാക്ക്. അപ്പൊ അവരെന്താണ്, അവർ ആ സിറ്റിയുടെ ഗേറ്റിന്റെ പുറത്തേക്ക് പോവുകയാണ്. ഇൻ ടു ദ ഡാർക്ക്നെസ്, അവരും പോകുന്നതും എങ്ങോട്ട് തന്നെയാണ്, ഡാർക്ക്നെസ്സിലേക്ക് തന്നെ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരും അല്ലെ. അപ്പൊ അവർ രക്ഷപ്പെട്ടു പോവുകയാണ്, പിന്നെ എങ്ങനെയാണ് ഡാർക്ക്നെസ്സിലേക്ക് പോവുക എന്ന് നമ്മൾ വിചാരിക്കും. ഇവിടെ ഓർഡർ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ ആ നാട്, ഒമേള എന്ന് പറയുന്ന നാട് യുട്ടോപ്യ പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. പക്ഷെ അവിടെയും ആ ഒരു ഇംപെർഫെക്ഷൻ, അവിടെയും ആ ഒരു അനീതി, ഇൻജസ്റ്റിസ് ഉള്ളത് കൊണ്ടാണ് അവിടുന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നരേറ്ററിന്റെ അഭിപ്രായത്തിൽ എന്താണ്, ഈ പുറത്തേക്ക് പോകുന്ന ആളുകൾ പോകുന്ന എങ്ങോട്ടാണ്, അവരും ഡാർക്ക്നെസ്സിലേക്കാണ് പോകുന്നത്. കാരണം പുറം ലോകം എങ്ങനെയാണ്, നമ്മുടെ ഒമേള പോലെ അല്ലെങ്കിൽ യുട്ടോപ്യയുടെ ആ ഒരു ഇത്രയും നല്ല ഫീച്ചേഴ്സോ പെർഫെക്ഷനോ ഒന്നുമില്ലാത്ത പുറം ലോകത്തേക്കാണ് അവർ പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും, ഇവരിവിടെ കണ്ടതുപോലെ ഈ കുട്ടിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ പുറം ലോകത്തും കണ്ടേക്കാം. അതുകൊണ്ട് അവര് പിന്നെയും ഡാർക്ക്നെസ്സിലേക്കാണ് പോകുന്നതെന്നാണ് ഇവിടെ ഓർത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരൊരിക്കലും തിരിച്ചു വരുന്നില്ല, പോകുന്നവരാരും തിരിച്ച് ഈ ഒമേള എന്ന് പറഞ്ഞ നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ സമ്മറി എന്ന് പറയുന്നത്. ഷോർട്ട് സ്റ്റോറിയാണ്, അതുകൊണ്ട് നമുക്ക് വലിയ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. അതിന്റെ കീ പോയിന്റ് ആ കുട്ടിയുടെ ആ ഒരു കഥയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് അവിടെയുള്ള ആളുകൾ അത് കാണുന്നു, പിന്നെ അവരതിലേക്ക് തിരിച്ചു വരാനായിട്ട് വിസമ്മതിക്കുന്നു. പിന്നെ കൂടുതലായിട്ട് നമുക്ക് സിറ്റിയെ കുറിച്ച് നരേറ്റർ കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും തരുന്നില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിനകത്ത് പറയുന്നത് കേട്ടോ. പിന്നെ ഈ സ്റ്റോറിയെ കുറിച്ച് പറയാൻ നോക്കിയേ. The story suggests a fabric of the cultural, political and social foundation of our society as being premised on the sufferings of the weak, the demented and the alienated. അപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റോറി എന്ത് തന്നെയാണ് പറയുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ ആളുകൾ അനുഭവിക്കുന്ന ആ ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടലിനെയൊക്കെ തന്നെയാണ് ഈ ഒരു സ്റ്റോറിയിലെ കഥയുമായിട്ട് നമുക്ക് സാദൃശ്യപ്പെടുത്താൻ പറ്റുന്നത്. Omala is a great work of art, beauty and music. Its compassion of having a dark, violent underside to it in the presence of a child's continued agonizing existence, at the expense of a certain lost soul, leading a life lonely torture, is a hideous bargain, is evocationally described in this story. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ലോൺലിനെസ്സും അതിൻ്റെ ഒരു ഏകാന്തതയും ഒക്കെ തന്നെയാണ് എന്ത് ഇവിടെ നമ്മോട് കൂടുതലായിട്ടും ഇവര് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷെ അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ആ ഒരു സ്റ്റോറിക്കകത്ത്. പിന്നെ നിങ്ങൾ ഇന്നത്തെ 1 വേർഡ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 1 വേർഡിനകത്ത് നമുക്ക് കുറച്ച് മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഒമേളാസിന്റെ റൈറ്റർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏത് മാഗസിനാണ് വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ചെറിയ 2 ചാപ്റ്റേഴ്സ് ആണ്. സയൻസ് ഫിക്ഷൻ എന്തൊക്കെയാണ്, ഏതൊക്കെ വർക്കുകളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, പിന്നെ നമ്മുടെ ഈ 1 to walk away from ഒമേളാസ്, അതിന്റെ ഒരു സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതും വായിച്ചു നോക്കുക. അതിന്റെ സമ്മറി അത്രേ ഉള്ളൂ, കൂടുതലായിട്ട് എലാബറേറ്റ് ആയിട്ടൊന്നുമില്ല. ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അതിന്റെ സമ്മറി നമുക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ആ 2 ചാപ്റ്റേഴ്സും നിങ്ങൾ വായിച്ചു നോക്കാം. ഇത് നമുക്ക് 2-3 ചാപ്റ്റേഴ്സും കൂടെ ഇതിനകത്ത് കംപ്ലീറ്റ് ആവാനുണ്ട് കേട്ടോ. ഒരു 4
ചാപ്റ്ററും കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ 2 ക്ലാസ്സും കൂടെ നമുക്ക് അതും കൂടെ തീർക്കാം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.